പിണറായി സർക്കാരിന്റെ ആദ്യത്തെ സർക്കാരിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് മികച്ച അഭിപ്രായമായിരുന്നു. പക്ഷെ രണ്ടാം സർക്കാർ എത്തുമ്പോൾ പല വിമർശനങ്ങളും ഉയർന്നു കേൾക്കുന്നുണ്ട്. അത് മന്ത്രിയെ തന്നെ അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. അതെന്തായിരിക്കും ഇപ്പോൾ ഇങ്ങനൊരു മാറ്റത്തിന് കാരണം? നമ്മൾ കാണേണ്ടത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ മുമ്പുള്ള കേരളത്തിലെ ആരോഗ്യ രംഗം എന്തായിരുന്നു. ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും മെഡിക്കൽ കോളേജുകളിൽ എന്തെങ്കിലും ഒരു സൗകര്യം ഉണ്ടായിരുന്നോട്ട് നമുക്ക് പറയാൻ കഴിയുമോ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് പെരിച്ചാഴി എലിയും കണ്ടത് നമ്മൾ അന്ന് വായിച്ചതാണ്. കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ 10 മണിക്ക് ശേഷം ഒരു 11 മണി 11:30 ആയി കഴിഞ്ഞാൽ ഡോക്ടറില്ല, മരുന്നില്ല, ലാബില്ല. അതിൽ നിന്നെല്ലാം വ്യത്യാസമായത് കേരളത്തിലൊരു പുതിയ ആരോഗ്യ നയം ഒന്നാം പിണറായി വിജയൻ ഗവൺമെൻറ് കാലത്തുണ്ടായി. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കേരളത്തിലെ ആരോഗ്യ മേഖലയിലുണ്ടായ മാറ്റം ചെറുതാണ്. അതിപ്പോൾ രണ്ടാം പിണറായി ഗവൺമെൻറ് ഒന്നാം പിണറായി ഗവൺമെൻറ് എന്ന് വ്യത്യാസമില്ല. രണ്ടാം പിണറായി ഗവൺമെൻറ് വന്ന് ഒന്നാം പിണറായി ഗവൺമെൻറ് തുടർച്ച തന്നെയാണ്. ആ ആരോഗ്യ നയം അതേപോലെ പിന്തുടരുകയാണ്. ഇപ്പം എന്താ കേരളത്തിലെ സ്ഥിതി? നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നില്ല. അതിനെയും മനുഷ്യൻ്റെ എത്രത്തോളം സൗകര്യം കൂടുന്നോ അത്രത്തോളം മനുഷ്യൻ്റെ ആവശ്യങ്ങളും കൂടും. അപ്പോൾ കൂടുതൽ പ്രതീക്ഷ വരികയാണ് ഇപ്പോൾ ആരോഗ്യമേഖലയിൽ. എന്താ ഇവിടുത്തെ സ്ഥിതി? എന്താ? ഇന്ത്യ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തില്ലാത്തതുപോലെ പൊതുജനാരോഗ്യ രംഗത്ത് പ്രത്യേകിച്ച് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ, നേരത്തെ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തിയ ആളുകളുടെ എണ്ണം 2016 മുമ്പ് കേവലം 26% അതിപ്പോൾ 64% ആളുകൾ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്നു. മാറ്റം ചെറുതല്ല. എങ്ങനെയാണ് ഒരു ദിവസം മലയാളിക്ക് അങ്ങ് ചുമ്മാ തോന്നിയാണോ? ആ ആശുപത്രികളിലുണ്ടായ അടിസ്ഥാന സൗകര്യ മേഖലയിലെ വികസനം, ആശുപത്രികളിലുണ്ടായ ചികിത്സാ രംഗത്തെ വർധനവ്, എങ്ങനെയാണ് കേരളം മാതൃശിശു മരണനിരക്കിൽ ലോകത്തിൽ ഏറ്റവും ഒന്നാമത്തെ മരണനിരക്ക് കുറയ്ക്കുന്നതിൽ ലോകത്ത് ഒന്നാമത്തെ നിലയിലെത്തിയത്? അമേരിക്കയെ പിന്തള്ളി നമ്മൾ മുമ്പിലായില്ലേ? ഇപ്പം നമ്മുടെ വയോധികരുടെ ആയുസ് വർദ്ധിച്ചത് ഇന്ത്യയിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ഇത്രയുണ്ടോ? എല്ലാ രംഗത്തും കേരളത്തിലെ ആരോഗ്യ മേഖല വലിയ മാറ്റം കുറിച്ചത് 10 വർഷക്കാലത്തെ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ആ രംഗത്തെ സ്തുത്യർഹമായ സേവനത്തിൻ്റെയും ലക്ഷ്യബോധത്തോടെയുള്ള പ്രവർത്തനത്തിൻ്റെയും. എന്താണ് ഈ സമരങ്ങളുടെ? ഞാൻ ചോദിക്കട്ടെ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യൻ ചികിത്സ തേടിയെത്തുന്ന ആരോഗ്യരംഗമാണ്. ഇവിടെ ഈ പ്രൈവറ്റ് ആശുപത്രികളിൽ എത്ര ഡോക്ടർമാരുടെ അനാസ്ഥ മൂലം മരണം നടക്കുന്നു, എത്ര കുഴപ്പങ്ങൾ നടക്കുന്നു, ചികിത്സാ പിഴവിൻ്റെ എന്തെല്ലാം കേസുകൾ ഉണ്ടാകുന്നു. ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസ്സുകാർ സമരത്തിൽ ഇറങ്ങുന്നുണ്ടോ? അവിടെ എന്താ കാര്യം? ഈ യൂത്ത് കോൺഗ്രസും മാധ്യമങ്ങളും ചെയ്യുന്ന ഒരു രീതി, അത് ടീച്ചറിനെയും അതോടൊപ്പം തന്നെ താരതമ്യം ചെയ്യും. ഞാൻ അവിടേക്കാണ് വരുന്നത്. എന്തായിരുന്നു ടീച്ചറുടെ കാലത്ത് ടീച്ചറുടെ നേരെ ഉണ്ടായിരുന്ന ആക്ഷേപം? പിന്നെ ടീച്ചറെ ബ്രേക്ക് ഡാൻസ് റാണി എന്ന് വരെ അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആക്ഷേപിച്ച്. ടീച്ചർ മന്ത്രിയായിരുന്ന റോക്ക് റാണി, ടീച്ചർ കോവിഡ് റാണി എന്നും അതുപോലെ റോക്ക് ഡാൻസ് റാണി എന്നുള്ള ആക്ഷേപിച്ചതാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ടീച്ചർ മന്ത്രിയായിരുന്ന കാലത്ത് ടീച്ചറെ കണക്കറ്റ് ആക്ഷേപിച്ചു. ടീച്ചർ കോവിഡ് കാലത്ത് PPE കിറ്റ് വാങ്ങിച്ചതിനകത്ത് അഴിമതി നടത്തുന്ന കേസ് പറഞ്ഞവരാ. ഏത് ആക്ഷേപം ടീച്ചറെ പറ്റി? ഇപ്പം ടീച്ചർ വിശുദ്ധ, ടീച്ചർ അധികാരത്തിലില്ലല്ലോ, ടീച്ചർ വിശുദ്ധ. ഇല്ലാത്തപ്പോൾ ഇപ്പം വീണ ജോർജാണ് മന്ത്രിയായിട്ടിരിക്കുന്നത്. വീണ ജോർജിനെ ആക്ഷേപം. എന്താ ഇതിൻ്റെ കാരണമെന്ന് നമ്മൾ പഠിക്കണം. KKR എന്ന് പറഞ്ഞ വലിയ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ്, അതേപോലെ തന്നെ ബ്ലാക്ക് സ്റ്റോൺ, അമേരിക്കൻ കമ്പനികളാണ്. അവരെല്ലാം കേരളത്തിൽ വന്നിട്ട് 8000 കോടി രൂപയോളം കേരളത്തിലെ ആശുപത്രി. ഇതിൽ ഈ ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറഞ്ഞ കമ്പനി, KKR എന്ന് പറഞ്ഞ അതുപോലെ തന്നെ ഈ KKR തുടങ്ങിയവർ ബേബി മെമ്മോറിയൽ ആശുപത്രി ഉത്തര കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ആശുപത്രി ശൃംഖലയാണ് കോഴിക്കോട് കേന്ദ്രമായിട്ട്. അതേപോലെ തന്നെ തിരുവനന്തപുരം അടക്കമുള്ള കിംസ് ആശുപത്രി, ഈ 2 ആശുപത്രികൾ, അതേപോലെ മിംസ്, ആസാദ് മൂപ്പിൻ്റെയൊക്കെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആശുപത്രി, ഇതെല്ലാം ഇപ്പോൾ അതിൻ്റെ ഷെയറിൻ്റെ 90% മറ്റൊരു കൈക്കലാക്കി. എന്തിനാണ് ഈ ബഹുരാഷ്ട്ര കുത്തകകൾ, ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യരംഗത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ ഭീമന്മാർ ഇവിടെ വരുന്നത് എന്തിനാ? അവർ ചുമ്മാ അവരുടെ കാശ്, ഫിനാൻഷ്യൽ സർവീസ് രംഗത്തെ പ്രമുഖരാണ് അവർ. ഈ സാമ്പത്തിക കച്ചവടക്കാർ ഇവിടെ ഇതിനകത്ത് കൊണ്ട് നിക്ഷേപിക്കണമെങ്കിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വമ്പൻ സാധ്യത കണ്ടുകൊണ്ടല്ലേ, അതിഭയങ്കര ലാഭസാധ്യത കണ്ടുകൊണ്ടല്ലേ. ഈ ലാഭസാധ്യതയിലേക്ക് ഇപ്പോഴും 62% ആളുകൾ പൊതു ആരോഗ്യരംഗത്തെ ആശ്രയിക്കുന്ന കേരളത്തിൽ അവരുടെ ഈ നിക്ഷേപത്തിൻ്റെ ഫലപ്രാപ്തി ഉണ്ടാകണമെങ്കിൽ ഈ പൊതു ആരോഗ്യ സംവിധാനത്തെ അപഹസിക്കണം, അതിനെ ചെറുതാക്കണം. അതിനെ ചെറുതാക്കി കാണിക്കുന്നതിന് കേരളത്തിലെ ചില മാധ്യമങ്ങളും കേരളത്തിലെ UDF പ്രതിപക്ഷവും, അതിനുവേണ്ടി UDF പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായി കോൺഗ്രസ്സാണ്.
കേരളത്തിലെ പൊതു ആരോഗ്യ മേഖല തകർന്ന തരിപ്പണമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇതിപ്പോൾ തന്നെ വീണാർ ജോർജിനെതിരെ എന്ത് തെറി വിളിച്ചിട്ട് വല്ല കാര്യമുണ്ട്? ഇത് 2017 ഒരു സ്ത്രീയുടെ വയറ്റിൽ നിക്ഷേപിച്ച ശൈല ടീച്ചറാണ് ഇത് അന്ന് മന്ത്രി അവരായിരുന്നു. അവർ കുറ്റക്കാരിയാണോ? ഏതോ ഒരു ഡോക്ടറുടെ പിഴവ്, ആ ഡോക്ടറുടെ പിഴവിനെ ഒരു സർക്കാരിൻ്റെ പിഴവായി ചിത്രീകരിച്ച് വലിയ തോതിൽ കേരളത്തിലെ പൊതു ആരോഗ്യ മേഖല തകർന്ന് തരിപ്പണമായി എന്ന് പ്രചരിപ്പിക്കുന്നതിൻ്റെ പുറകിലത്തെ ദുരുദ്ദേശം ഈ ബ്ലാക്ക് സ്റ്റോൺ KKR തുടങ്ങിയ വമ്പൻ കുത്തകകൾക്ക് കേരളത്തിലെ ആശുപത്രികളെല്ലാം സ്വന്തമാക്കിയ വമ്പൻ കുത്തക ഇങ്ങനെ ചുരുക്കി കാണാൻ കഴിയുമോ? കുറച്ച് ജനങ്ങളിലേക്കെങ്കിലും ഈ പ്രചരണം എത്തുന്നുണ്ടല്ലോ ഇങ്ങനെ ആരോഗ്യ മേഖല. അല്ല, അതാണ് പറഞ്ഞത്. അതിന് കേരളത്തിലെ മാധ്യമങ്ങളാണ് ഈ വലിയ നുണപ്രചരണത്തെ ജനങ്ങളുടെ ഇടയിലേക്ക് UDFന്റെ നുണപ്രചരണത്തെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിന് അതിനകത്തിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ വമ്പൻ കോർപ്പറേറ്റുകളുടെ ഏജന്റുമാരായി കേരളത്തിലെ ചില മാധ്യമങ്ങളെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് UDFന്റെ അതിന് ഒത്താശ ചെയ്യുന്ന സമീപനം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറഞ്ഞ കമ്പനി ലോകത്താകെ ആശുപത്രികളിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷെ അവരൊരു പ്രത്യേക പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തത് കേരളത്തിലാണ്. അത് ചെറിയ കാര്യമല്ല. ആ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഫലപ്രദമായി മുതലാക്കിയെടുക്കണമെങ്കിൽ ഇന്ന് 38% മാത്രമുള്ള സ്വകാര്യ ആശുപത്രികളിലെ ഈ രോഗികളുടെ വരവ് 62% പൊതു ആരോഗ്യ രംഗത്തു നിന്ന് അടർത്തി മാറ്റി അപ്പുറത്ത് കൊണ്ടുപോയാൽ മാത്രമേ അവർക്ക് ലാഭകരമായി ഇതിനെ കൊണ്ടുപോകാൻ പറ്റൂ. ആ കൊണ്ടുപോകുന്നതിന് വേണ്ടി കേരളത്തിൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കൊട്ടേഷൻ എടുത്തിരിക്കുകയാണെന്ന് സംശയിച്ചാൽ ആർക്ക് കുറ്റം പറയാൻ പറ്റും? അവരുടെ കൊട്ടേഷന് എല്ലാ തരത്തിലും സ്തുതി പാടുന്ന കുറെ മാധ്യമങ്ങൾ, അവർക്ക് ഈ ഗൂഢാലോചനയിൽ പങ്കില്ലെന്ന് ആർക്ക് സംശയിക്കാൻ കഴിയും? ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ട് CPMന്റെ പരിമിതമായ വേദിയിൽ നിന്ന് CPM പ്രതിരോധിക്കുന്നുണ്ട്. ആ പ്രതിരോധം പലപ്പോഴും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആരെയും കേൾപ്പിക്കുന്നില്ല, കാണിക്കുന്നില്ല. അവിടെയാണ് രസം. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ സംഘടിതമായി ആ കൊട്ടേഷൻ വർക്കിന്റെ പുറകിലാണ്. CPMനെ തകർക്കാൻ വേണ്ടി ഇതെന്താണ് കേരളത്തിലെ പൊതു ആരോഗ്യ മേഖല തകർന്നാൽ ഇപ്പൊ തന്നെ ഇന്ത്യയിൽ എവിടെയെങ്കിലും എല്ലാ അവയവങ്ങളും മാറ്റിവെക്കുന്ന സർക്കാർ മെഡിക്കൽ കോളേജ് ഇന്ത്യയിൽ എവിടെയെങ്കിലുണ്ടോ? കേരളത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരാശുപത്രിയിൽ സൗജന്യ ക്യാൻസർ ചികിത്സ ആരംഭിച്ചു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരാശുപത്രിയിൽ ഹൃദയ ചികിത്സ ആരംഭിച്ചു. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തുണ്ട്? കൊച്ചിയിലെ ക്യാൻസർ സെന്റർ അത്യാധുനിക സൗകര്യങ്ങളോട് വിപുലീകരിച്ചു. ഇന്നലെ 250 കോടിയോളം രൂപ മുടക്കി തിരുവനന്തപുരം RCCയിലെ പുതിയ ബ്ലോക്ക്. എന്തെല്ലാം കാര്യങ്ങളാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് ഈ സർക്കാർ ചെയ്യുന്നത്. ഈ മാധ്യമങ്ങൾ അതോടൊപ്പം തന്നെ കോൺഗ്രസും പലതവണ ചൂണ്ടിക്കാണിക്കുന്ന ആരോഗ്യ മേഖലയിലെ പരാജയവുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഈ പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ യാത്രയാണ്, അമേരിക്കൻ ചികിത്സയാണ്. അതിനെ എങ്ങനെയാണ് CPM പ്രതിരോധിക്കുന്നത്? ഞാൻ പറയുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖല മെച്ചപ്പെട്ടു എന്ന് വിചാരിച്ച് നാനോ ചികിത്സാ രംഗത്തൊന്നും കേരളം അത്രയും മുമ്പിൽ വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സവിശേഷമായ പ്രത്യേകമായ ചില അസുഖങ്ങളുടെ ഭാഗമായി ചികിത്സ ഇവിടത്തെക്കാൾ മെച്ചപ്പെട്ടത് അവിടെ കിട്ടുമ്പോൾ അതിനെ ഉപയോഗിക്കായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിൽ സൗകര്യങ്ങളെല്ലാം ഉണ്ടെന്ന് കരുതി നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കുമോ? ചിലപ്പോൾ നമ്മൾ പുറത്തു പോകും. അത്രയേ ഉള്ളൂ അതിനെ കാണുന്നത്. അതിന് ഇവിടുത്തെ ആരോഗ്യ മേഖല മുഖ്യമന്ത്രിയുടെ മാത്രം ആരോഗ്യ പ്രശ്നമല്ല, ഒരു നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ ആരോഗ്യ പ്രശ്നത്തിനാണ് ഈ ഗവൺമെൻറ് പരിഹാരം കാണാൻ ശ്രമിക്കുന്നത്. ആ പരിഹാരം കാണാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ പൊതു ആരോഗ്യ മേഖലയിലെ ജനങ്ങളുടെ പങ്കാളിത്തം വിശ്വാസം ഇടിച്ചു താഴ്ത്തി അതിനെ കൂടി ഈ ബ്ലാക്ക് സ്റ്റോണും KKR ഗ്രൂപ്പും വാങ്ങിയ സ്വകാര്യ ആശുപത്രികളിലേക്ക് ആളുകളെ ആകർഷിക്കാനുള്ള ബോധപൂർവമായ പരിശ്രമം കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അവർക്ക് എല്ലാ തരത്തിലും അവർക്ക് പ്രചരണം കൊടുക്കുന്ന കേരളത്തിലെ ചില മാധ്യമങ്ങൾ കൂടി നടത്തുന്നത് ഭാവി കേരളത്തിലെ മനുഷ്യന്റെ ചികിത്സയിൽ വലിയ അപകടകരമായ പ്രവണത ക്ഷണിച്ചു വരുത്തുമെന്നാണ്. വിമർശനങ്ങൾ മുഴുവൻ വീണ ജോർജ് എന്നൊരു വ്യക്തി അല്ലല്ലോ കേരളത്തിലെ ഭരണത്തിന്റെ രംഗത്ത്. അവർ ആരോഗ്യ വകുപ്പിനെ പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു പൊതുഭരണത്തിന്റെ ഭാഗമാണ് ആരോഗ്യ ഭരണം. എല്ലാ മേഖലയിലും ഉള്ള മാറ്റങ്ങളുടെ ഭാഗമാണ് ആരോഗ്യ മേഖല. ഏത് മേഖലയാണ് കേരളത്തിൽ മാറാത്തത്? പിണറായി വിജയൻ ഗവൺമെന്റിന്റെ 10 വർഷത്തെ ഭരണത്തിൽ പൊതുമരാമത്ത് വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, ആരോഗ്യരംഗം, പിന്നെ തദ്ദേശ സ്വയംഭരണം, ഏത് മേഖലയിലാണ് പൊതുമരാമത്ത്? എവിടെയാണ് മാറാത്തത്? എല്ലാ മേഖലയും മാറുന്നതൊപ്പം ഇതും മാറുന്നു. അവിടെ ഒരു മന്ത്രിക്ക് പ്രത്യേക ചുമതല കൊടുക്കുമ്പോൾ ആ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തത്തിലാണ് കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ ആകെ വരുന്നത്. അപ്പോൾ ഒരാളിനെ വ്യക്തിപരമായി, നേരത്തെ ശൈല ടീച്ചർ ആരോപണത്തിന് വിധേയമായിരുന്നു, ഇപ്പോൾ ശൈല ടീച്ചർ അല്ലാത്തപ്പോൾ ശൈല ടീച്ചറുടെ കാലത്ത് മെച്ചമായിരുന്നു, വീണ ജോർജ് വന്നപ്പോൾ മോശമായി എന്നൊരു ധ്വനി പരത്താനാണ് അവരുടെ ശ്രമം. അത് അവരുടെ നിരാശയിൽ നിന്നുണ്ടാകുന്നതാണ്.
കേരളം മാറിയ മാറ്റത്തിനൊപ്പം UDFന്റെ മനസ്സ് വികസിക്കാത്തതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന പ്രശ്നം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.